പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഓഹരി വഴി എങ്ങനെ നേട്ടം കൊയ്യാം, അല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നതിൽ നഷ്ടമില്ലാതെ ഓഹരി എങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് ലാഭം കൊയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഓഹരിയുടെ നേട്ടത്തെക്കുറിച്ച് നമ്മൾ ഡിവിഡൻഡ് ലാഭവിഹിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബോണസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈബാക്ക് പറഞ്ഞിട്ടുണ്ട്, സ്പ്ലിറ്റ് വരുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ ആ ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ടെക്നിക്കൽ ടേംസ്, കമ്പനിയുടെ സാങ്കേതികപരമായ ചില ഷെയറുകളെക്കുറിച്ച് അങ്ങനെയുള്ളതിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നമ്മളിപ്പം ഇന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് എന്ന രണ്ട് വിഭാഗമാണ്. ആദ്യം നമ്മൾ ഡിവിഡൻഡ് സ്പ്ലിറ്റൊക്കെ വരുന്ന കുറച്ച് കമ്പനിയുടെ ലിസ്റ്റ് നോക്കാം. ഗുജറാത്ത് ഇൻഡെക്സ് 50 രൂപ വിലയാണ്, 55 രൂപ വേരിയേഷൻ ഉണ്ട്, 55 രൂപയാണ്. 10 രൂപ ഡിവിഡൻഡ് കിട്ടും. 7 സെപ്റ്റംബറാണ് ഡേറ്റ്. പിന്നെ PTC ഇന്ത്യ 288 രൂപയാണ്, 2 രൂപ 80 പൈസ. 19 സെപ്റ്റംബറാണ് ഡേറ്റ് വരുന്നത്. ഇന്ത്യ ട്രാൻസ് 329 രൂപ വിലയാണ്. ബൈബാക്ക് 450 രൂപയ്ക്ക് ബൈബാക്ക് ഉണ്ട്. 30 ഓഗസ്റ്റാണ് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ചിറ എന്ന് പറയുന്ന 930 രൂപ, 1 രൂപയാണ്. 30 ഓഗസ്റ്റാണ് ഇതിൻ്റെ ഡേറ്റ്. സ്പോർട്ട് കിങ് ഇന്ത്യ 1281 രൂപ വിലയാണ്. 1:10 സ്പ്ലിറ്റാണ്. 13 ഓഗസ്റ്റാണ് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. മൊളലിൽ എന്ന് പറയുന്നത് 486 രൂപ, 2 രൂപ 70 പൈസ ഡിവിഡൻഡ്. 13 ഓഗസ്റ്റിൻ്റെ ഡേറ്റ്, 13 സെപ്റ്റംബറിൻ്റെ ഡേറ്റാണ്. NCC 350 രൂപ, 2 രൂപ 65 പൈസയാണ്. 30 ഓഗസ്റ്റാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അസൂർ മെറ്റൽ 8 രൂപ വിലയാണ്, 1:1 സ്പ്ലിറ്റാണ്. അത് 9 സെപ്റ്റംബറാണ് അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത്. റോയൽ ഓർക്കിഡ് 358 രൂപ വിലയാണ്, 2 രൂപ 55 പൈസ ഡിവിഡൻഡ് കിട്ടും. 10 സെപ്റ്റംബറാണ് ഡേറ്റ്. ട്രൂ വാല്യൂ 414 രൂപ വിലയാണ്, 10 രൂപയാണ് ഡിവിഡൻഡ്. 9 സെപ്റ്റംബറാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. AIA ഇന്ത്യ 4444 രൂപ ഒക്കെ വിലയാണ്. അതിന് മുമ്പ് എടുത്തവരും കാണും, അത് ചിലപ്പം കൂടിയിട്ടുണ്ടാകും. അത് 5000 രൂപയ്ക്ക് അവർ ബൈബാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശതമാനമാണ്, പെർസെൻറ്റേജാണ് എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഡേറ്റ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് തിരിച്ചു കൊടുത്ത് 5000 രൂപ വെച്ച് വാങ്ങുന്നത് ലാഭമുള്ളതാണ്. CG എന്ന് പറയുന്നതിന് 2007 രൂപ വിലയാണ്, സ്പ്ലിറ്റാണ്. 1:5 ആണ്, ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഓഹരികളിൽ മുൻഗണന ഓഹരികൾ നമ്മൾ പറഞ്ഞു. പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പറ്റുന്നത്. പ്രിഫറൻസ് ഷെയർസ് എല്ലാ മുൻഗണന ക്രമത്തിലും മുൻഗണന ലഭിക്കുന്ന ഓഹരികളാണ്. അവയ്ക്ക് നിശ്ചിത ശതമാനം ലാഭവിഹിതം കൊടുത്തിരിക്കണം എന്നാണ്. ലാഭമല്ല, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും നിശ്ചിത തുക ലാഭം അവരുടെ അക്കൗണ്ടിലോട്ട് കൊണ്ടുമാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ക്യുമുലേറ്റീവ് രീതിയിലാണ് കണക്കാക്കുന്നത്. അത് ആ ലാഭവിഹിതം കൂടെ അക്കൗണ്ടിൽ ചേർത്ത് വെച്ചിട്ട് ലാഭം വരുന്ന സമയത്ത് ആദ്യം മറ്റുള്ള ഷെയർസ് ഉടമകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഇക്വിറ്റി ഷെയർസ് ഉടമകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ലാഭവിഹിതം കൊടുത്തിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ കമ്പനി ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ കമ്പനിയുടെ മൂലധനമൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കാനുള്ള ലാഭവിഹിതവും ആ മൂലധനം മുടക്കിയ തുകയും കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ടാണ് പ്രിഫറൻസ് ആദ്യവർക്കാണ് ഇക്വിറ്റി ഷെയറുകാരെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഒരു ഇക്വിറ്റി ഷെയറുകളുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഒരു പ്രശ്നമുള്ളത്, പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ മൂലധനം മുടക്കിയാൽ കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലം പല കമ്പനിക്കും അത് തിരിച്ച് വിറ്റുമാറിയ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വിറ്റുമാറി പോകാൻ പറ്റുകയില്ല. അതിനാണ് റിഡീമബിൾ എന്ന് പറയുന്ന ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം അത് ഒരു ഓഹരിയുടെ പൈസ മുടക്കിയ മൂലധനം തിരിച്ചു കൊടുക്കാവുന്ന, ആവശ്യക്കാർക്ക് തിരിച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള സംവിധാനം ഉണ്ട്. ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കിയാണ്. നമ്മളിപ്പം 500 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം 300 രൂപ 200 രൂപയോ 1 രൂപയായിട്ട് താഴ്ന്ന് ചിലപ്പോൾ മാർക്കറ്റിൽ തന്നെ ഇല്ലെന്നാവും. ആ നഷ്ടം മുഴുവൻ സഹിക്കേണ്ടി വരും. അതുപോലെ ഗുണം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ലാഭവിഹിതം കമ്പനി ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിക്കുന്നതനുസരിച്ച് ഇക്വിറ്റി ഷെയർസിന് ലാഭവിഹിതം കിട്ടുന്ന നിശ്ചിത തുകയല്ല,
അവർ നിശ്ചയിക്കുന്ന തുക കിട്ടിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അത് ഷെയർ മാർക്കറ്റ് കയറുന്നതനുസരിച്ച് അത് തുക കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ബൈബാക്ക് പറയുമ്പം ആ ഇക്വിറ്റി ഷെയർസിൻ്റെ ബൈബാക്കാണ് പറയുന്നത്. അത് നമുക്ക് തിരിച്ചു കൊടുത്ത് നമുക്ക് പൈസ അവർ പറയുന്ന നമ്മൾ ബൈബാക്ക് പറഞ്ഞ ആ തുകകളൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ്. ബോണസ് കിട്ടും. ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നല്ലപോലെ പ്രവർത്തിക്കുകയും നല്ല ലാഭം കാണിക്കുകയും വലിയ പ്രശ്നമില്ലാതെ പോകുന്ന കമ്പനിയുടെയും ഇക്വിറ്റി ഷെയറുകൾക്കാണ് ഡിമാൻഡ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്നത് നല്ലതും എന്നുള്ള ഒരവസ്ഥയുണ്ട്. നമ്മളിനിയും വിവിധ വിഷയത്തെക്കുറിച്ച് അടുത്ത ദിവസം ഡിവിഡൻഡ് വരുന്ന ഓഹരികളും ബോണസ് വരുന്ന ഓഹരികളെക്കുറിച്ചും നമ്മുടെ ഓഹരിയിലെ സാങ്കേതിക പദങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അടുത്ത ദിവസം നമുക്ക് വീണ്ടും സംസാരിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് സ്ഥിരമായിട്ട് കാണുക. നിങ്ങൾക്ക് ആ ലാഭം നിന്ന് ഉണ്ടാക്കുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അഭിപ്രായം നേരിട്ട് അറിയിക്കുക. നമ്മളുടെ കമൻറ്റിൻ്റെ ബോക്സിലിടുക. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. കാരണം എനിക്കിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളതിൻ്റെ അകത്ത് വരുന്ന പിശകുകളും സാങ്കേതികപരമായിട്ടുള്ള പിശകുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നില്ല. കാര്യം കുറേ പേര് കാണുന്നുണ്ടെങ്കിൽ പോലും കമൻറ്റുകൾ വരുന്നില്ല. അത് നിരീക്ഷിക്കുക. നിങ്ങൾ എന്നിട്ട് ഓഹരിയിൽ നിന്ന് ഇത് കണ്ടു കേട്ടു പോകുന്നതിനുൾപ്പെടെ ഓഹരി ഇതിൻ്റെ അത് പങ്കാളികളാകുക, ലാഭം കൊയ്യുക. നിങ്ങൾക്ക് നമസ്കാരം.